ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കോണ്ടാക്ട് കോച്ചിങ്ങിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിക്കാം. എ കൺസ്ട്രക്ഷൻ കമ്പനി took a contract in 2018 for road construction. The contract price was 5 lakh and its estimated cost of completion would be rupees 4,60,000. At the end of 2018, the company had received 1,80,000 rupees, representing 90% of the work certified. Work not yet certified had cost rupees 5,000. Expenditure incurred on the contract during 2018 was as follows: material 25,000, labor 1,50,000, plant 10,000. Materials costing rupees 2,500 were damaged and had to be disposed of for rupees 500. Plant was considered as having depreciated by 25%. Prepare contract account for 2018 in the books of the construction company. Also show the amount of profit that can be reasonably be credited to profit and loss account in respect of the contract. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് 2018 ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ, അതിൻ്റെ ആൻസർ ആണ്. പക്ഷെ ഇവിടെ ഏത് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടില്ല. കമ്പനിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് എന്ന് പറഞ്ഞ് കമ്പനിയുടെ പേര് എഴുതി താഴെ കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് എഴുതി. ഇവിടെ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കോൺട്രാക്ട് അക്കൗണ്ട് 2018 ആണ്. അപ്പോൾ നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ, അതായത് ഈ മെറ്റീരിയൽ, ലേബർ, പ്ലാൻ, ആ എമൗണ്ട് എല്ലാം നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. മെറ്റീരിയൽ 25,000, ലേബർ 1,50,000, പ്ലാന്റ് 10,000. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ സാധാരണ വരുന്ന ഐറ്റം അതാണ് മെറ്റീരിയൽ, ലേബറും പ്ലാന്റും. പിന്നെ നമ്മൾ മെറ്റീരിയൽ ഇപ്പോൾ ലോസായി, ഡിസ്ട്രോയ് ആയി, ഡാമേജ് ആയി, ആ കോസ്റ്റ് എല്ലാം നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൈ മെറ്റീരിയൽ 2,500, അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2,500 ഡാമേജ്ഡ് എന്ന്. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ വാല്യൂ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 2,500 എന്ന് എഴുതി. പിന്നെ ബൈ പ്ലാന്റ് 7,500, അതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഈ 7,500 കിട്ടിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം വർക്കിംഗ് നോട്ട് 1 എന്നാണ് ആ താഴെ എഴുതിയിരിക്കുന്നത്. വർക്കിംഗ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് നോട്ട് 1 എന്ന് പറയുന്നത് പ്ലാനിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടി, വർക്കിംഗ് നോട്ട് 2 വർക്ക് സർട്ടിഫൈഡ് വാല്യൂ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലും നമുക്ക് പ്ലാൻ വാല്യൂ കോൺട്രാക്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതിലൊരു രീതിയാണിത്. അതായത് പ്ലാനിൻ്റെ ഒറിജിനൽ കോസ്റ്റ് ഡെബിറ്റ് സൈഡിൽ 10,000 എന്ന് എഴുതി, ക്രെഡിറ്റിൽ ഡിപ്രിസിയേറ്റഡ് വാല്യൂ പ്രൊവൈഡ് ചെയ്തതിന് ശേഷമുള്ള, അതായത് ഒറിജിനൽ കോസ്റ്റ് 10,000 നിന്ന് പ്ലാന്റിൻ്റെ 25% ഡിപ്രിസിയേഷൻ കുറച്ചു, അങ്ങനെ കിട്ടിയ വാല്യൂ ആണ് 7,500. ഇതൊരു രീതി, ഒരു മെത്തേഡാണ്, പ്ലാനിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോൺട്രാക്ട് അക്കൗണ്ടിൽ. അടുത്തത് വർക്ക് സർട്ടിഫൈഡ്. ഇവിടെ നമ്മൾ വർക്ക് സർട്ടിഫൈഡ് 2 lakh എന്നും പറഞ്ഞ് നേരിട്ട് തന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് റിസീഡ് എന്ന് പറയുന്നത് 1,80,000 ആണ്. അതെന്ന് പറയുന്നത് വർക്ക് സർട്ടിഫൈഡിൻ്റെ 90% ആണെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് 1,80,000 × 100/90 ചെയ്യുമ്പോഴാണ് വർക്ക് സർട്ടിഫൈഡ് 2 lakh കിട്ടുന്നത്. വർക്ക് സർട്ടിഫൈഡ് 5,000. അപ്പോൾ നമുക്ക് ബാലൻസ് നോഷണൽ പ്രോഫിറ്റ് 30,000 ആണ്. നോഷണൽ പ്രോഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ, അതിനെക്കുറിച്ച് ഒരു വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ തരാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എത്ര എമൗണ്ട് ആണ്, അതായത് മൊത്തം എമൗണ്ട് നമ്മൾ കുറച്ച് നോഷണൽ പ്രോഫിറ്റിൻ്റെ ഒരു ഇത്ര % എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 9,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺട്രാക്ട് പ്രൈസ് എത്രയാണെന്ന് നോക്കണം. കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ 5 lakh ആണ്. അപ്പോൾ 5 lakh ആണ് കോൺട്രാക്ട് പ്രൈസ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത് 2 lakh ആണ്. അതായത് 5 lakhൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2,50,000 ആണല്ലോ. അപ്പോൾ അതിനേക്കാളും ലെസ് ആണ് വർക്ക് സർട്ടിഫൈഡ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല 1/3 × നോഷണൽ പ്രോഫിറ്റ് × ക്യാഷ് റിസർവ്, അതായത് 2/3 അല്ല എടുക്കേണ്ടത്, 1/3 ആണ്. അപ്പോൾ ആ 1/3 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 90,000. 90,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, 90,000 അല്ല, 9,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ബാലൻസ് 21,000 റിസർവിലോട്ട്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടണം.